ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മൂന്നാർ പോയതിൻ്റെ അന്നത്തെ ടോപ്പ് സ്റ്റേഷനിലോട്ട് പോയ വീഡിയോസൊക്കെയാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ റോസ് ഗാർഡനിൽ നിന്ന് നേരെ പോയത് ടോപ്പ് സ്റ്റേഷനിലോട്ടാണ്. അവിടെ ചെന്നപ്പോൾ വട്ടവടയിൽ ഇങ്ങനെ സ്ട്രോബെറിയൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ടായിരുന്നു. സർബത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും വാങ്ങിയില്ല, സ്ട്രോബെറി മാത്രം വാങ്ങി. പിന്നെ നമ്മൾ കപ്പലണ്ടി മുട്ടായും തേൻമുട്ടായൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ടോപ്പ് സ്റ്റേഷനിലോട്ടുള്ള വഴിയാണിത്. ഇതാണ് ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ നല്ല കോടയായിരിക്കും, അപ്പോൾ ഇതൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ മഴയില്ലാത്ത സമയമായതുകൊണ്ട് നമുക്ക് മലകളൊക്കെ നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട്. കോട ഇങ്ങനെ തിങ്ങി നിൽക്കുമെന്നാണ് പറയുന്നത്. സീസൺ എന്ന് പറയുന്നത് നവംബർ ഡിസംബർ ആ സമയമാണ്. നല്ല പൂക്കളും മലകളുമായിട്ട് നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കണമെങ്കിൽ നമുക്ക് ഈ ടോപ്പ് സ്റ്റേഷനിൽ വന്നാൽ മതി. അങ്ങനെ ഞങ്ങൾ ടോപ്പ് സ്റ്റേഷനൊക്കെ കണ്ട് തിരിച്ചിറങ്ങിയിട്ട് ഒരു കുഞ്ഞു കടയിൽ കയറി മുളക് ബജിയും പഴംപൊരിയൊക്കെ കഴിച്ചായിരുന്നു. ഒരു കുഞ്ഞ് ചായക്കടയാണ്. അപ്പോൾ ഒരു ചൂട് ചായ കിട്ടുമ്പോൾ നല്ല സുഖമാണ്. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് അതിൻ്റെ വ്യൂസ് ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂം എടുക്കാൻ വേണ്ടി മൂന്നാർ തന്നെയുള്ളൊരു സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടൽ ഗുരുഭവനിൽ കയറി. അങ്ങനെ ബിരിയാണിയും ഫഹവും ഒക്കെ കൂടി ആണ് വാങ്ങിച്ചത്. ബീഫ് ബിരിയാണിയാണ് വാങ്ങിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ റൂം എടുത്തു. ക്യൂൻ ഓഫ് മൂന്നാർ ഹോട്ടൽ എന്ന് പറഞ്ഞ് ഒരു റൂമാണ് എടുത്തത്. നമ്മൾ പിറ്റേന്ന് രാവിലെ മക്കളൊക്കെ ഉറക്കമായിരുന്നു. അപ്പോഴത്തേന് ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കുഞ്ഞ് ചായക്കട ഉണ്ടായിരുന്നു റൂമിൻ്റെ അടുത്ത് തന്നെ. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ റൂമിലോട്ട് പോവുക. ഇതാണ് നമ്മുടെ റൂം. മക്കൾ രണ്ട് നല്ല ഉറക്കമാണ്. 3 ബെഡാണുള്ളത്. അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു. പിറ്റേന്ന് 8 മണിയായപ്പോഴത്തേക്കിന് നമുക്ക് 12 മണി വരെ സമയമുണ്ട്. നമ്മൾ പാലുകാച്ചുള്ളതുകൊണ്ട് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ പറക്കി വണ്ടിയിൽ വെച്ചിട്ട് ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവിടെ തന്നെ വന്നു. നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു ഇന്നലത്തെ ഡിന്നർ. അങ്ങനെ ഞങ്ങൾ ഇഡലി, പത്തിരി, ഇടിയപ്പം, പൂരി എല്ലാം ഓരോ പ്ലേറ്റ് വാങ്ങി എല്ലാവരും കൂടെ കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. വടയും ഞാൻ ഇഡലിയും വടയും ചമ്മന്തിയും അതൊക്കെയാണ് കഴിച്ചത്. മോൻ പത്തിരി പിന്നെ ഇടിയപ്പം ഇക്കായും അതും കൂടെ ഒക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് ചായ ബസാർ കണ്ടു. പിന്നെ തേയില വാങ്ങിക്കാമെന്ന് പറഞ്ഞ് അവിടെ ഇറങ്ങി. ചായ ബ്രേക്ക് എന്ന് പറയുന്നത് വേറെ അപ്പുറത്തെ ഈ ചായയുടെയൊക്കെ ഔട്ട്ലെറ്റാണ്. അവിടെ നമുക്ക് ചായ കുടിക്കാൻ പോകാനൊക്കെ പറ്റും. അങ്ങനെ ഞങ്ങൾ കുറേ ചായ പൊടിയൊക്കെ നോക്കി. ഞങ്ങൾ റിപ്പിൾ ടീയുടെ 4 കവർ വാങ്ങിക്കുമ്പോൾ ഒരു കവർ ഫ്രീ എന്നുള്ള ഓഫറിലുള്ളതാണ് വാങ്ങിയത്. 510 രൂപ. അങ്ങനെ നമ്മൾ അപ്പുറത്ത് ചായ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അവിടുന്ന് 2 ചായയൊക്കെ വാങ്ങി ഷെയർ ചെയ്തൊക്കെ കുടിച്ചു. നമ്മൾ ചായ കുടിച്ചിട്ടായിരുന്നു ഇറങ്ങിയത് മറ്റേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയെത്തുന്നു. അങ്ങനെ നമുക്ക് പഞ്ചസാര അവരവിടെ ക്യൂബാക്കി വെച്ചിട്ടുണ്ട്. അത് ആവശ്യാനുസരണം നമുക്കെടുത്ത് മധുരത്തിനനുസരിച്ച് കഴിക്കാൻ പറ്റും. നല്ല ചായയായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ തിരിച്ച് ആറ്റുകാട് വാട്ടർഫോൾസിലോട്ട് പോവാം. ആറ്റുകാട് വാട്ടർഫോൾസ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഉൾപ്രദേശമാണ്. താഴോട്ട് ഇറങ്ങി ഇങ്ങനെ പോകണം. അതുകൊണ്ട് ഇവിടുന്ന് താഴോട്ടൊരു റോഡുണ്ട്. അങ്ങനെ അങ്ങോട്ടാണ് പോകേണ്ടത്. അങ്ങനെ നമ്മൾ കുറേ അങ്ങ് പോയി. ഒരു 2-3 കിലോമീറ്ററോളം ഓടി. ഇച്ചിരി ഉൾപ്രദേശമാണ്. അങ്ങനെ നമ്മൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ആറ്റുകാട് വാട്ടർഫോൾസിലോട്ട് പോവുകയാണ് ഗായ്സ്. നമ്മൾ പകുതി എത്തിയപ്പോൾ തന്നെ ആറ്റുകാട് വാട്ടർഫോൾസ് മേലെ നിന്നുകൊണ്ടുള്ള വ്യൂ ആണിത്.
അവിടം വരെ നമുക്ക് എത്തണം. അങ്ങനെ നമ്മൾ തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്കൂടെ വളഞ്ഞും പുളഞ്ഞുമുള്ള റോഡുകളിലൂടെ പോയി കഴിഞ്ഞിട്ടാണ് അബദ്ധം മനസ്സിലായത്. റോഡ് അത്ര ശരിയല്ല. ഒരു വണ്ടിയും കൂടെ ഓപ്പോസിറ്റ് വന്നാൽ പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു റോഡായിരുന്നു. പിന്നെ ക്യാരറ്റ് കണ്ടുകൊണ്ട് ഇറങ്ങിയത്. അങ്ങനെ അവിടെ ഒരു പിറ്റ്ബുള്ളിനെ കണ്ട് മക്കൾ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ക്യാരറ്റും റംബൂട്ടാനും ഒക്കെ വാങ്ങി. തിരിച്ചു വരുന്ന വഴിക്ക് പാരച്യൂട്ട് കണ്ട്. ഇറങ്ങാനൊന്നും സമയം കിട്ടിയില്ല, ലേറ്റ് ആവുന്നുണ്ട്. ഇറങ്ങണമെന്നുണ്ടായിരുന്നു, സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് തിരിച്ചു പോയി. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ആറ് കണ്ടപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത്. അങ്ങനെ ഞങ്ങൾ എറണാകുളം എത്തിയിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ പാലാച്ചി വീട്ടിൽ വന്നിട്ട് ബിരിയാണിയൊക്കെ കഴിച്ചു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബായ്.